സോ ഗൈസ്, ഗ്രീൻലാൻഡ് 2 മൈഗ്രേഷൻ. ഗ്രീൻലാൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നാണ് ഈ പറയുന്ന കോമറ്റ് വന്ന് ഭൂമിയിലേക്ക് വീഴുന്നതും പിന്നെ ഉണ്ടാകുന്ന സംഭവങ്ങൾ. സോ അതുപോലെ തന്നെയാണ് ഈ ഒരു സിനിമയും ചർച്ച ചെയ്യുന്നത്. കോമറ്റ് വന്ന് വീഴുന്നതും പിന്നെ അവിടെ നിന്നും നമ്മുടെ നായകൻ്റെ ഫാമിലിയും ക്യാരറ്റ് ആൻഡ് അതുപോലെ തന്നെ ഫാമിലിയൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. അവർ എസ്പെഷ്യലി ഈ ഒരു സിറ്റുവേഷനിൽ ഭൂമി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ആ ഫസ്റ്റ് പടം പോലെ തന്നെ രക്ഷിക്കണം, ആ കുടുംബത്തിനെ അവർക്ക് രക്ഷിക്കണം, നായകനെ രക്ഷിക്കണം. രക്ഷപ്പെടുമോ ഇല്ല, അതിനിടയിൽ ഉണ്ടാകുന്ന സർവൈവൽ പ്ലോട്ടൊക്കെ അതുപോലെ തന്നെ ആ ഒരു എക്സ്പീരിയൻസിൽ പറഞ്ഞു പോകുന്നൊരു സിനിമയാണ് ഗ്രീൻലാൻഡ് മൈഗ്രേഷൻ. ബട്ട് എന്താണോ നമ്മൾ ഫസ്റ്റിൽ കണ്ടത് അതുപോലെ തന്നെയാണ് ഈ പടം പോകുന്നത്. ഭയങ്കര ട്വിസ്റ്റോ അല്ലെങ്കിൽ ഒരു എൻഗേജിങ് എഡ്ജിലൊക്കെ കൊണ്ട് നിർത്തുന്ന ഐറ്റംസുകളൊന്നും ഈ ഒരു പടത്തിലില്ല. സോ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഒരു ആവറേജ് എക്സ്പീരിയൻസ് മാത്രമേ ഈ ഒരു പടം തരുള്ളൂ. ഒരു 50-50 എക്സ്പെക്റ്റേഷൻസിൽ പോയി കണ്ടാൽ മാത്രം മതി. അതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ജെറാൾഡ് ബട്ട്ലറിൻ്റെ പെർഫോമൻസ് ഈസ് വണ്ടർഫുൾ. എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ